ജോഷി സാറിന്റെ കൂടെ നടക്കുന്നു. ജോഷി സാറ് താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ താമസിക്കുന്നു. ഇങ്ങനെ അങ്ങനെ ഈ ചെറുകിട സിനിമാക്കാരോ ഇവരൊന്നും നമ്മുടെ അടുത്തേക്കേ വന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. എല്ലാം വലിയ സിനിമകളായി, വലിയ സിനിമകളാണ്. അതുകൊണ്ട് എന്താ, എണ്ണത്തിൽ വളരെ കുറച്ച് പാട്ട് എഴുതിയുള്ളെങ്കിലും നല്ല ബാനർ, നല്ല പ്രൊഡക്ഷൻ, നല്ല ആർട്ടിസ്റ്റ്, പിന്നെ പാട്ട് കിട്ടാതിരിക്കുമോ? ധ്രുവത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് അപ്പൊ ജോഷി സാറിന്റെ ആയിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന് തുടങ്ങിയ, അതായത് നിറക്കൂട്ടിൽ തുടങ്ങിയ ആ ബന്ധം കൂടെ കൊണ്ടു നടക്കുക. രാത്രി ആയി കഴിഞ്ഞാല് റെഡി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ താജി കൊണ്ട് ഫുഡ് വാങ്ങിച്ചു വന്ന് തിരിച്ച് റൂമിൽ കൊണ്ടുവന്ന് ഇറക്കി പോകുന്ന അങ്ങനെ ഒരു, കാരണം അത്ര ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യവും അങ്ങേറ്റം വിശ്വാസം അതാണ് നമുക്ക് തന്നിരുന്ന ഏറ്റവും വലിയൊരു, നമ്മളെ വിശ്വസിച്ചിരിക്കുക. അപ്പൊ പിന്നെ ആ വർക്ക് എങ്ങനെ ആവും എന്നുള്ളത് നമ്മുടെ ഏറ്റവും നന്നായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമായിട്ട് മാറും. കാരണം അത്ര ബ്ലൈൻഡ് ബിലീഫാണ്. അവൻ ചെയ്തോളും. അപ്പൊ പലപ്പോഴും അത് വെങ്കടേഷൊക്കെ പറയുമായിരുന്നു, ഒരു ട്യൂൺ ഇട്ട് കഴിഞ്ഞാല് അന്ത പയലില്ലേ അവൻ ഫേസിലെ പാക്കും, അവനൊന്ന് കണ്ണടച്ചാ പോയിന്ന്. ഇവര് ഭയങ്കര മ്യൂസിക് ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഞാൻ നോക്കുന്നത് എനിക്ക് എഴുതാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ധ്രുവത്തിലെ പാട്ടൊക്കെ എന്ന് പറഞ്ഞാല് എന്റെ എഴുത്തിന് എങ്ങനെ കംഫർട്ടബിൾ ആക്കാം, എനിക്ക് എഴുതാനുള്ള സ്പേസ് ആണ്. ഇവര് മ്യൂസിക്കലി എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല, അത് ആ ധ്രുവത്തിലെ പാട്ടുകളിലുണ്ട്. അത് മാത്രമല്ല, ഞാൻ അങ്ങേറ്റം പ്രണയാതുരനായിട്ട് എഴുതിയ പാട്ട് കൂടിയാണ്. കാരണം എൻ്റെ പ്രണയം പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു കാലവും കൂടിയായിരുന്നു. അപ്പൊ അത് നാച്ചുറലി ആ എഴുത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും വേണ്ട നീ ഉണ്ടെങ്കിൽ, പുല്ലിൻ കുടിൽ പോരും എന്നൊക്കെ പറഞ്ഞ എഴുത്ത് മുഴുവൻ ആത്മാവി തൊട്ട് എഴുതിയതാണ്. അപ്പൊ ആ ഇതതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പറഞ്ഞത് തന്നെ അറം പറ്റിയതുപോലെ ആവുകയും ചെയ്തു. കാരണം വെച്ചാല് നടവഴിയിടകളിൽ നടുമുറ്റങ്ങളിൽ ഒരു കഥ നിറയുകയായി, ഒരു പിടി അവനിൻ കഥ പോലിവളുടെ പരിണയ കഥ പറഞ്ഞു, പറയാതറിഞ്ഞവർ പരിഭവം പറഞ്ഞു. കാരണം വെച്ചാല് ഒന്നും പറയാതെ അവിടെ നിന്ന് റെക്കോർഡിങ്ങിന്റെ അവിടെ നിന്ന് ഇവിടെ വന്ന് കല്യാണം കഴിച്ച് തിരിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. അപ്പൊ നാച്ചുറലി പരിഭവവും ബാക്കി നിനക്കൊന്ന് പറഞ്ഞുകൂടെ, കാരണം നടക്കുമെന്നൊരു ഉറപ്പില്ല. അങ്ങനെയുള്ള ഒരു കല്യാണമായിരുന്നു. അപ്പോൾ അത് എഴുതി കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്ന് അത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ജീവിതമായിട്ട് അത്രയും ബന്ധമുള്ള. അതുകൊണ്ടിട്ട് ആ 2 പാട്ടിന്റെ കാര്യത്തില് എനിക്ക് വേറെ ഒന്നും പറയാൻ വയ്യ. കാരണം അത് സ്വന്തം ജീവിതമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങള് അടയാറായിരുന്നു അതിന്റെ ഷൂട്ടിങ് കുറെ ഭാഗം. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് ആദ്യത്തെ ഷെഡ്യൂള് മദ്രാസിൽ തന്നെയായിരുന്നു. അപ്പൊ ന്യൂട്ട്ലാൻഡ്സിൽ താമസിക്കുന്ന എന്നെ വടപള്ളിയിൽ നിന്ന് ജോഷി സാർ വരുമ്പോൾ അവിടെ നിന്ന് കയറ്റി ലൊക്കേഷനിലേക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് പോവുക. ഈ സമയത്ത് മുഴുവൻ ഈ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അന്ന് ജോഷി സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സാധാരണ പാട്ട് കുറച്ച് പ്രാവശ്യം കേൾക്കുമ്പോഴും മടുക്കും, പിന്നെ പിക്ചറൈസ് ചെയ്യണ്ടേ, ഷോർട്ട് ഡിവൈഡ് ചെയ്ത് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും കേട്ടോണ്ടേ ഇരിക്കേണ്ടി വരും. പക്ഷെ ഈ പാട്ടുകളുണ്ടല്ലോ എത്ര കേട്ടിട്ടും മടുക്കുന്നില്ല എന്ന്. അന്ന് ജോഷി സാറ് പറഞ്ഞ ആ സാധനം, ആ ഒരു കാര്യം എനിക്ക് തോന്നുന്നു മനുഷ്യർക്ക് ഇപ്പോഴും മടുത്തിട്ടില്ല പാട്ട് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് കേൾക്കുമ്പോഴും, എനിക്ക് കേൾക്കുമ്പോൾ പോലും അതിനൊരു ഫ്രഷ്നെസ് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതിപ്പോ എന്റെ ഫീലിംഗ് ഒരു പക്ഷെ അതിന്റെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കൊണ്ടിട്ടായിരിക്കാം. പക്ഷെ പലരും പറയാറുണ്ട് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വർക്കാണെന്ന്. ആ ഒരു സന്തോഷം ആ പാട്ടിന്റെ കാര്യത്തിലുണ്ട്. തുമ്പിപ്പെണ്ണെ വാവായും ഹിറ്റായിരുന്നു, അതും രസമുള്ളൊരു പാട്ടായിരുന്നു. ഈ SP വെങ്കടേഷ് സാറിൻ്റെ രസമുള്ള മറ്റൊരു പാട്ടാണ്, അത് വ്യത്യസ്തമെന്ന് പറയാൻ പറ്റുന്ന പാട്ടാണ്, കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന കണിക്കൊന്ന മലരണിഞ്ഞു ആദ്യമായി. അത് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ, ഭാര്യയിലുള്ള പാട്ടാണ്. ഒരു പുതിയ ജന്മം വല്ലതും ഉണ്ടായപ്പോഴായിരിക്കാം എഴുതിയിട്ടുണ്ടാവുമെന്ന്. ആ സബ്ജക്റ്റ് അങ്ങനെയായിരുന്നു. ആ സബ്ജക്റ്റില് ഇവര് തമ്മില് കണ്ണാടിപ്പുഴയുടെ കടവത്ത് നിൽക്കുന്ന, കണ്ണീർ പുഴയുടെ കടവത്ത് നിൽക്കുന്ന 2 വെർഷൻ ഉണ്ട്. 2 വെർഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന് സ്വപ്നങ്ങളുടെ ഒരു വെർഷനും, അത് കഴിഞ്ഞിട്ട് കണ്ണീർ പുഴയുടെ കടവത്ത് നിൽക്കുന്ന
കണിക്കൊന്ന ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേറെ വെർഷനും ദാസേട്ടന്റെ ഉണ്ട്, ചിത്രയുടെ ഉണ്ട്. ഏകദേശം ട്യൂണിനും കുറച്ച് വേരിയേഷൻ ഉണ്ട്. അതൊരു ഡിഫറെന്റ് സോങ് ആയിട്ട്. അപ്പോഴേക്കും വെങ്കടേഷ് ഏകദേശം മലയാളമൊക്കെ പഠിച്ചു. അതേപോലെ തന്നെയാണ് ഈ ശ്യാം സാറിന്റെ കൂടെ ചെയ്ത സ്പീഡ് പാട്ടാണ് രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റെ ആടിപ്പാടാൻ നീയും കൂടെ പോരാമോ എന്ന് പറയുന്നത്. അരിയങ്കാവിൽ വേല കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്ന അത് ഭയങ്കര ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോഴും എനിക്ക് തോന്നുന്നു യാത്രകളിൽ ആൾക്കാർ ഇട്ടിട്ട് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്. അത് കേട്ടാൽ തന്നെ നമുക്കൊരു ഇത് വരും, രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റെ എന്ന് പറയുന്ന സാധനമില്ലേ. അതെ, അതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചില കോളൊക്കെ വരും. ഒരിക്കല് നമ്മുടെ സജി സുരേന്ദ്രൻ അവരൊക്കെ കൂടെ പോകുമ്പോൾ അനൂപ് മേനോൻ ഇവര് എന്നെ വിളിക്കുന്നു, നിങ്ങളുടെ പാട്ട് ഞങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക, രാവിൽ പൂന്തേൻ. അങ്ങനെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഒരു പാട്ടായിട്ട് ഒരു ദേശീയ ഗാനമായിട്ടത് മാറിയിട്ടുണ്ട്. അല്ല, ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ വാഴ എന്ന് പറയുന്ന ഒരു പടം റിലീസ് ചെയ്തത്. ഞാൻ ഇപ്പൊ ഈ മാസം ഇവിടെ വന്നിട്ട് കുറെ പടങ്ങൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അതിരുന്ന് കാണുമ്പോഴാ വാഴയുടെ ടൈറ്റിൽ എന്റെ പാട്ട്. അതില് എന്റെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. എന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഇല്ല. എങ്കിലും ഒരു സന്തോഷം തോന്നി. ഈ പുതിയ പിള്ളേര് തലകുത്തി പറയുന്ന ഈ പടത്തിലും ആ പാട്ട് ഇപ്പൊ എന്റെ പേര് എന്റെ അടുത്ത് ചോദിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ എങ്കിലും അവരും ഇപ്പോഴും ആ പാട്ടിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് ആൾക്കാർ ശീലമാക്കണ്ട ഈ കാര്യം. ഔസേപ്പച്ചൻ സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ട്, കിനാവിലെ ജനാലകൾ. കിനാവിലെ ജനാലകൾ അത് നമുക്ക് പാടാൻ പോലും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കോമ്പോസിഷനാണ്. ആ പാട്ട് സാറിന് പ്രിയപ്പെട്ട പാട്ടാണോ? ഒരു തരത്തിൽ പറഞ്ഞാലാണ്. അതിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് രഞ്ജിത്ത് പണ്ട് തുടങ്ങിയ സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. ആദ്യത്തെ വർക്ക് തുടങ്ങി, അതായത് ഞങ്ങളുടെ ഓർക്കാപ്പുറത്ത് തുടങ്ങി. ഓർക്കാപ്പുറത്തിന്റെ സബ്ജക്റ്റ് രഞ്ജിത്തിന്റെ ആയിരുന്നു, ഞാൻ സ്ക്രിപ്റ്റ്. അക്കാലം തുടങ്ങിയ ബന്ധമാണ്. ഒന്നിച്ചുള്ള വർക്കുകളൊക്കെ വളരെ കുറവായിരുന്നെങ്കിൽ പോലും പ്രാഞ്ചിയേട്ടന്റെ സബ്ജക്റ്റ് ആദ്യം ഈ ഡിസ്കഷന്റെ സമയത്ത് തന്നെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അന്ന് ചോദിച്ചു, അരിപ്രാഞ്ചിന്ന് പേരിട്ടുകൂടെ? അപ്പൊ എൻ്റെ അടുത്ത് അന്ന് രഞ്ജിത്ത് പറഞ്ഞ, എടാ അങ്ങനെ ഒരു പേരിട്ട് കഴിഞ്ഞാല് അത് മമ്മൂട്ടിപ്പടം എന്നുള്ള ഒരു ഇതിലേക്ക് ആൾക്കാർ ധരിച്ച് കാണാൻ വരും. അരിപ്രാഞ്ചി എന്നൊക്കെ പറയുമ്പോഴേക്കുള്ളൊരു അതൊരു തെറ്റായിട്ടുള്ള മെസ്സേജ് ചിലപ്പോൾ കൊടുത്തേക്കും എന്നുള്ള പേടിയുണ്ട്. അങ്ങനെയാണ് പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിന്റ് ഒക്കെ വന്നത്. അപ്പൊ ആദ്യം അപ്പൊ അതിൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പാട്ട് വേണം, ഞാൻ ഇരിക്കാം. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അമൃത TV വർക്ക് ചെയ്യുന്ന കാലം. അങ്ങനെ എറണാകുളത്ത് ഇരുന്ന് ഞങ്ങൾ പലതും ഡിസ്കസ് ചെയ്തു. ഔസേപ്പ് വന്നു, ഞങ്ങൾ ചില ഐഡിയാസ് ഒക്കെ ഇട്ടു. പക്ഷെ അതൊന്നും വർക്കൗട്ട് ആയില്ല. അങ്ങനെ നമുക്ക് ഓഫീസ് വർക്കല്ലേ, മൺഡേ നമ്മൾ വീണ്ടും നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഔസേപ്പച്ചൻ എന്നെ മദ്രാസിൽ നിന്ന് വിളിക്കുന്നു. എടോ ഒരു ട്രാക്ക് രഞ്ജിത്ത് ഓക്കെ ചെയ്തിട്ടുണ്ട്, എപ്പോഴാണ് നമുക്കൊന്ന് ഇരിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞു, ഇനി വേണമെങ്കിൽ സൺഡേ, ഈ ആഴ്ച ഞാൻ എന്തായാലും എറണാകുളം പോകുന്നില്ല, ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് സൺഡേ ഇരുന്നാലോ? സൺഡേ ഇരിക്കാന്ന് പറഞ്ഞാൽ സൺഡേ ഞാൻ തിരുവനന്തപുരത്ത് വീട്ടിലിരിക്കുന്നു, ഔസേപ്പച്ചൻ മദ്രാസിലെ വീട്ടിലിരിക്കുന്നു. അതാണ് ഇരിക്കല്. ഞാൻ പറഞ്ഞു സൺഡേ ഇരിക്കാം. സൺഡേ വേറെ പരിപാടി ഒന്നും ഏറ്റേക്കരുത്, ടഫ് സോങ് ആണ്. ഞാൻ പറഞ്ഞു അത് ശരി, സൺഡേ അല്ലേ. സൺഡേ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആ പേരൂർക്കട ശാസ്തമംഗലം റോഡുണ്ട്, അവിടെ ലാറ്റക്സിന്റെ മുൻപിലുള്ള ഒരു വലിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കാരണം അമൃതാനന്ദമയി അമ്മയ്ക്ക് ആരോ പ്രസന്റ് ചെയ്ത ഒരു വലിയ മാൻഷനാണ്. എത്ര സ്ഥലത്ത് ഒരു വലിയ വീട്, ആ വീടിന്റെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അത് അവിടെ എല്ലാ സൺഡേയും മോർണിംഗില് നല്ല ഒന്നോന്തരം ക്രിസ്ത്യൻ ഡിവോഷൻ ഉണ്ട്. അപ്പൊ ആബേലച്ചൻ്റെ ഒക്കെ ഉണ്ടല്ലോ, ഈശ്വരനെ തേടി ഞാൻ നടന്നു. പിന്നെ എല്ലാം നല്ല സെലക്റ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് വെക്കുക.
പരിശുദ്ധാത്മാവേ. എനിക്കിപ്പോഴും ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ദാസേട്ടന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കൊതി തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ഇങ്ങനെയുള്ള പിന്നെ ഞാനുറങ്ങാൻ പോകും മുൻപായി നിനക്കേകുന്നിതാ നന്ദി നന്നായി ഇന്നു നീ കാരുണ്യപൂർവം തന്ന നന്മകൾക്കൊക്കെയുമായി. എന്താ ലിറിക്സ് അല്ലേ, കൊതിപ്പിക്കുന്ന ലിറിക്സാ. ഈ പാട്ടുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് ഹൗസേപ്പ് എടോ ഇരിക്കല്ലേ, ഞാൻ പറഞ്ഞ ഇരിക്കാം. അങ്ങനെ ജനലൊക്കെ അടച്ചിട്ട് അപ്പുറത്തുനിന്ന് ചെറുതായിട്ട് ഈ പാട്ട് കേൾക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇയാൾ ട്യൂൺ പാടിത്തരുന്നു, ഞാൻ എഴുതുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് പാട്ട് എഴുതി കഴിഞ്ഞു. അരമണിക്കൂർ തന്നെ എടുത്തിട്ടില്ല, പാട്ട് എഴുതി കഴിഞ്ഞു. ഹൗസേപ്പ് എടോ ഇത്ര ടഫായിട്ടുള്ള പാട്ട് താൻ ഇത്ര പെട്ടെന്ന് എഴുതിയോ? ഞാൻ പറഞ്ഞു എനിക്ക് ടഫാണെന്ന് മനസ്സിലായില്ല. ടഫാണെന്ന് മനസ്സിലായില്ലേ, അയാള് ട്യൂൺ പാടി തരുന്നു, നമ്മൾ ലിറിക്സ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഉണ്ടായ പാട്ടാണ്. പക്ഷെ പിന്നീട് മനോജ് കെ ജെയിൻ പാട്ട് കേട്ടിട്ട് മനോജിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ മനോജ് പറഞ്ഞു എന്തൊരു ടഫ് സോങ് ആണ്. അപ്പൊ ഔസേപ്പിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അതിലെ ഒരു ന്യൂആൻസസ് നഷ്ടപ്പെടാതെ അയാളിട്ടേക്കണ ആ ട്യൂണിന്റെ ഡൈനാമിക്സും അതിന്റെ ന്യൂആൻസസ് ഒന്നും നഷ്ടപ്പെടാതെ കൃത്യമായിട്ട് ലിറിക്സ് വന്നു എന്നുള്ളതാണ് അയാളുടെ ഹാപ്പിനെസ്. എന്തായാലും അതൊരു ചലഞ്ചിങ് ആയിരുന്നു എന്ന് ഔസേപ്പ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്.